ഹായ് ഹലോ പാദയാത്ര മന്തി കഴിക്കാനുള്ള മോഹമായിട്ട് ഞങ്ങൾ മൂന്നുപേരുടെ മന്തി വാങ്ങാനായിട്ട് പോവുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ATM ൽ പൈസ എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ പോയത് പാരിപ്പള്ളിയുള്ള ഉപ്പേരി റെസ്റ്റോറൻറ്റിലാണ്. വീടിനടുത്താണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. ഇവിടുത്തെ മന്തി കിടിലുവാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി പെരി പെരി അൽഫാം മന്തി ഓർഡർ ചെയ്തു. 780 രൂപയായിരുന്നേ. അത് കഴിഞ്ഞ് ബാലമോൾ അടുത്തുള്ള പാക്കറ്റുകളെല്ലാം പറക്കി എടുക്കുന്നുണ്ടായിരുന്നു. കുറുക്കുരയുടെ ഒരു പാക്കറ്റ് എടുത്ത് അവൾ കയ്യിലങ്ങ് പിടിച്ചു. മലയ്ക്ക് പോയിടുന്നപ്പോൾ അച്ഛൻ കൊണ്ടുകൊടുത്ത കൊമ്പ് മാല ഇട്ടണമാണ് ഇപ്പോൾ നടത്തമെല്ലാം. അങ്ങനെ ഞങ്ങൾ ഓർഡർ എല്ലാം കൊടുത്തിട്ട് പുറത്ത് വന്നിട്ട് വേണം കേട്ടോ സാധനം നമുക്ക് ഡെലിവറി പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ അവിടുന്ന് വേണം വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒരു 10-25 മിനിറ്റ് വെയിറ്റ് ചെയ്തു. നമുക്ക് പെരി പെരി അൽഫാം കയ്യിൽ കിട്ടി. അപ്പോൾ ശ്രീയേട്ടനാണെങ്കിൽ ബാലുവിന് ബിരിയാണി മതി എന്ന് പറഞ്ഞ കേട്ടോണ്ട് ബിരിയാണി വാങ്ങാൻ പോയി. അങ്ങനെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കുറച്ച് നേരമായി. അങ്ങനെ ബിരിയാണി വാങ്ങി തിരിച്ച് വന്നെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഒരു ചിക്കൻ കറിയുടെ വാങ്ങിയിട്ടുണ്ട്. കാരണം ബിരിയാണിയിൽ ചിക്കനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യരാത്രി എവിടെ നിന്ന് ബിരിയാണി കിട്ടാനാണല്ലേ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ മന്തി പാക്കറ്റെല്ലാം പൊട്ടിച്ചു. അതിൻ്റെ മയണൈസും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് റൈസ് എല്ലാം കൂടെ ഞാൻ പൊട്ടിച്ച് വലിയൊരു പാത്രത്തിലങ്ങ് ഇട്ട് വെച്ച്. അപ്പോഴത്തേക്ക് എന്തായാലും റൈസ് ബാക്കി വരും. ബാക്കി വരുന്ന റൈസ് എന്തായാലും നാളത്തേക്ക് എടുക്കാമല്ലോ. അങ്ങനെ എല്ലാ സാധനങ്ങളും ചിക്കനും എല്ലാം പറക്കി മാറ്റി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ചു. കണ്ടപ്പോഴേ നല്ല വിശപ്പായിരുന്നു കേട്ടോ. മന്തി കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ചിക്കൻ പെരി പെരി അൽഫാം മന്തി അതിൻ്റെ പുറത്തെ സ്കിന്നൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, നല്ല സ്പൈസിയാണ് ഇച്ചിരി സംഭവം. അങ്ങനെ ഞാനൊരു പ്ലേറ്റ് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ആക്രാന്തം മൂത്തിട്ട് വലിയൊരു ചിക്കൻ പീസും പിടിച്ചുകൊണ്ട് പോയത്. ആ റൈസ് കുറച്ച് മയണൈസൊക്കെ കൂട്ടി എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ എനിക്കത് തിന്ന് മുഴിപ്പിക്കാൻ പറ്റിയില്ല. പകുതി എത്തിയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു പോയി ഗൈസ്. കാരണം വലിയൊരു ചിക്കൻ്റെ പീസായിരുന്നു. അങ്ങനെ ഉള്ളതൊക്കെ തിന്നെങ്കിലും മുഴിപ്പിച്ച് നല്ല അടിപൊളി മന്തിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.